അപ്പോൾ ഈ വീക്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1995 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് 7. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്ത ആളുടെ പേര് നിങ്ങൾ ഹോളിവുഡ് ചിത്രം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ കേൾക്കാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയും ഫേമസ് ആൻഡ് വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഹോളിവുഡ് എന്നാണ് പറയാം, ഡേവിഡ് ഫിഞ്ചർ. പുള്ളിക്കാരൻ്റെ മറ്റു പടങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താ മൂപ്പര് ലെവലൊന്നും അറിയണ്ടാവും. കാരണം ഇപ്പോൾ ഫൈറ്റ് ക്ലബ് ആയാലും ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ആയാലും അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്, കോൺഗേൾ ഒക്കെ കിടിലം പടങ്ങളാണ്. സോഡിയാക്ക്. അപ്പോൾ ഈ ചിത്രം ഒരു ക്രൈം ത്രില്ലറാണ്. കുറച്ച് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ഈ 7 എന്ന് പറയുന്നത്. സിനിമയുടെ കാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ബ്രാഡ് പിറ്റ്, മോർഗൻ ഫ്രീമാൻ, അതുപോലെ ഗിനിത് പാൽട്രോ, നമ്മുടെ അയൺമാനിലൊക്കെ ഉള്ള ഇവരൊക്കെയാണ് മെയിൻ കാസ്റ്റ്. അപ്പോൾ ഇതിൽ ഒരു കാസ്റ്റും കൂടി പേര് പറയാനുണ്ട് ശരിക്ക്, പക്ഷെ ഞാൻ പറയുന്നില്ല. അത് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പൊ പേര് നോക്കേ ചെയ്യരുത്. അത് അങ്ങനെ തന്നെ ജസ്റ്റ് ഈ പടം ഞാൻ പറഞ്ഞത് കാണുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയി കണ്ടാൽ മതി, അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പോകരുത്. അപ്പോൾ ചിലപ്പോൾ റീൽസിലൊക്കെ ചിലപ്പോൾ ആ ഒരു സീനൊക്കെ അതിലൊരു ഫേമസ് സീനുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കാതെ നേരെ പോയി കാണാൻ നല്ലത്. അപ്പോൾ ഇനി ആസ് യൂഷ്വലി അല്ലേ, കാസ്റ്റ് ഇത്ര അടിപൊളി ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ ബേസിൽ ഒന്നും പറയാനില്ല, അത്രയും കിട്ടിലാണ്. എസ്പെഷ്യലി ബ്രാഡ് പിറ്റ് ആൻഡ് മോർഗൻ ഫ്രീമാൻ. പിന്നെ മോർഗൻ ഫ്രീമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഹോളിവുഡ് തിലകൻ എന്നുള്ള നിലക്കൊക്കെ കാണുന്ന ഒരാളാണ് മോർഗൻ ഫ്രീമാൻ. അപ്പോൾ അവർ രണ്ടാളും ഇപ്പോൾ മലയാളത്തിൽ തിലകം പോലെയാണ് എനിക്ക് ഹോളിവുഡിൽ മോർഗൻ ഫ്രീമാൻ എന്ന് പറയാം. അത്രയും ആ ഒരു ആക്ടിങ്ങിന് ഭയങ്കര സിമിലാരിറ്റീസും ആ ഒരു ക്യാരക്ടർ ഒരു എടുക്കുന്ന രീതിയൊക്കെ വളരെ സിമിലറാണ്. അപ്പോൾ ഇതിൽ ബ്രാഡ് പിറ്റ് ഡേവിഡ് മിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്റ്റേറ്റീവിൻ്റെ റോളാണ് ചെയ്യുന്നത്. നമ്മൾ 1995 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം യങ് ഏജാണ് ബ്രാഡ് പിറ്റിന്. അപ്പോൾ ഒരു യങ് ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിക്റ്റേറ്റീവാണ് ഈ ഡേവിഡ് മിൽസ്. അതുപോലെ തന്നെ നമ്മുടെ മോർഗൻ ഫ്രീമാൻ ചെയ്യുന്ന റോൾ വരുന്നത് വില്യം സോമസോട്ട് എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ റിട്ടയർ ആവാൻ കാത്തു നിൽക്കുന്ന ഒരു ഡിറ്റക്റ്റീവാണ്. ഇപ്പോൾ തൻ്റെ ലാസ്റ്റ് കേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തുടക്കം തന്നെ പുള്ളിക്കാരൻ എടുക്കുന്ന ലാസ്റ്റ് കേസിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിക്ടിമിൻ്റെ ഡെത്ത് നടന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ തെളിവുകൾ നോക്കുന്നതും ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ് തുടക്കം കാണിക്കുന്നത് തന്നെ. ഈ ഗിനിത് പാൽട്രോ എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്ന റോൾ എന്താ വെച്ചാൽ നമ്മുടെ ട്രേസി മിൽസ് എന്ന് വെച്ചാൽ നമ്മളെ ബ്രാഡ് പിറ്റിൻ്റെ വൈഫായിട്ട്, ഈ ഡേവിഡ് മിൽസിൻ്റെ വൈഫായിട്ട് ട്രേസി മിൽസ് ആണ് പുള്ളിക്കാരത്തെ റോള്. പുള്ളിക്കാരത്തിനും അത്യാവശ്യം ഇതിൽ ഒരു പ്രാധാന്യമുണ്ട്. എന്നാൽ സീനുകളുടെ റൺ ടൈം കുറവായിരിക്കും. കാരണം അത്രക്ക് സീനുകൾ ഒരു നായിക എന്ന നിലയ്ക്ക് കുറേ സീനുകളൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടർ കൂടിയാണ് ഇതിൽ ഗിനിത് പാൽട്രോ ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ആക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കഥനെ കുറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവും അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറവും ആ ഒരു എടുത്തുചാട്ടം എക്സൈറ്റ്മെന്റ് കൂടുതലൊക്കെ ഇതിൽ ഈ ഒരു ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടർ നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് റിട്ടയർഡ് ആവാൻ കാത്തു നിൽക്കുന്ന ഒരു ഡിറ്റക്റ്റീവാണ് ഇതിൽ മോർഗൻ ഫ്രീമാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും എത്രത്തോളം ആയ എക്സ്പീരിയൻസ്ഡ് ആണെന്നും ഓരോ കാര്യത്തെക്കുറിച്ച് അയാൾ അനലൈസ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അവർ രണ്ടാളും പാർട്ട്നേഴ്സ് ആയിരിക്കും. ഈ ഒരു ലാസ്റ്റ് എന്ന് വെച്ചാൽ മോർഗൻ ഫ്രീമാന്റെ ലാസ്റ്റ് കേസാണ്. അപ്പോൾ ഇവർ രണ്ടാളും പാർട്ട്ണർ ചെയ്ത് കണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈമിന്റെ രീതി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ 7 ഡെഡ്ലി സീൻസ് എന്ന് പറയില്ലേ, ഒരു റാത്ത്, എൻവി, ഗ്രീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 ഡെഡ്ലി സീൻസ് ഉണ്ട്. അതിൽ ഓരോ സിന്ന് ചെയ്യുന്ന ഓരോ വിക്ടിംസിന് തിരഞ്ഞെടുക്കും ഈ ഒരു കില്ലർ. എന്നിട്ട് അവരെ കൊല്ലുക, എന്നിട്ട് 7 സിന്നുകൾ തീർക്കാന്നുള്ള രീതിക്കാണ് ഇയാളുടെ മോട്ടീവ് ഇതിൽ കാണിക്കുന്നത്. അത് തുടക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഫസ്റ്റ് സീനിൽ തന്നെ ഒരു ഒബീസറായിട്ടുള്ള ഒരാളെ കൊല്ലുന്ന വെച്ചാൽ കൂടുതൽ മീൻസ് ഭക്ഷണം ഓവറായി കഴിക്കുന്ന ഒരാളെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് കില്ല് നടക്കുന്നത്. വളരെ ഒബീസായിട്ടുള്ള ആരെ കൊന്നുണ്ടാവുക. അവിടെ തന്നെ മനസ്സിലാവും അതൊരു 7 ഡെഡ്ലി സീനാണ് ഇവരുടെ അജണ്ട എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിനിമ. പിന്നെ അങ്ങോട്ടുള്ളതെന്ന് ഞാൻ പറയാതൊക്കെ നല്ലത്. പിന്നെ അതിന്റെ ഒരു പോക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു എൻഡിങ്ങിലേക്കാണ് ഇത് എത്തുക. ആൻഡ് ഈ പടത്തിൽ നിന്നൊക്കെ കുറച്ച് ഇൻസ്പിറേഷൻ നമ്മൾ ഈ തമിഴ് ചിത്രമായിട്ടുള്ള കാക്ക എന്ന ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ, അതിലേക്കൊരു ഇൻസ്പിറേഷൻ ഈ പടത്തിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ. കുറച്ച് സീനുകൾ അതേപോലെ സിമിലാരിറ്റി ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ കുറച്ചുകൂടി വ്യത്യസ്തപ്പെട്ടാണ് എടുത്തെങ്കിൽ പോലും എന്നാൽ പോലും അതന്നെ ആ ഒരു രീതി ഇതിന്ന് ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് പല സീനുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിത്രം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക. കാരണം കിടിലൻ ചിത്രമാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ക്രൈം ത്രില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ച് ഹൊറർ ടച്ചിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞാൽ വളരെ അല്ല, കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ കണ്ടു നോക്കാം. ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആണ്. സോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.